അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മൾ ഇത് വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് നാളായി. എനിക്കറിയാം, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. വേറെ വഴിയില്ല, ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ കണ്ടൻറ്റൊന്നും അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അധികം ചെയ്യാതിരിക്കാൻ നോക്കുന്നു. ചെയ്യാനൊന്നുമില്ല, വീഡിയോ എടുക്കാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് ഇടാൻ നോക്കാം, എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് ഇടാൻ നോക്കാം. ബട്ട് അത്രയ്ക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ അധികം വ്ളോഗൊന്നും കാണാത്തത്. മാക്സിമം ഞാൻ നോക്കാം, ശ്രമിക്കാം. നമുക്കിപ്പം വേറൊന്നും പറയാനില്ല. നമുക്കിപ്പോൾ വണ്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പം ഇപ്പോഴും ആ സെയിം പ്രോബ്ലം ചില ദിവസങ്ങളിലുണ്ട്. ഇന്ന് ഒരു 1-2 മിനിറ്റോളം കോൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. എന്നിട്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അങ്ങ് ഓഫായിപ്പോയി. സോ ഇത് നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പം വന്ന കാര്യം വന്നു പോയി, നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റോഡിൽ കൂടെ പോകുമ്പോഴാണ് എനിക്ക് ഉള്ള മൂടും കൂടെ പോകുന്നത്. ഡെയിലി ഇതുവഴി കൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റെൻറ്റിനെടുത്തേക്കുന്ന വീട് ഇപ്പോൾ ഇതുവഴി ആയതുകൊണ്ട് ഇതുവഴിയേ പോകാനുള്ളൂ. വഴി ഇതുവഴിയേ ഉള്ളൂ. വണ്ടി ഇറങ്ങി വേറെ ഏതെങ്കിലും വഴി കൂടെ ചുറ്റിക്കറങ്ങിയെങ്കിലും പോകാം. ചുറ്റിക്കറങ്ങിയാലും അതുവഴി പോകുമ്പോഴും ചുറ്റിക്കറങ്ങിപ്പോയാലും അതുവഴി പോകുമ്പോഴും മോശമായ റോഡുണ്ട്. ഇപ്പോൾ നമ്മൾ ലോങ് അടിച്ച് പോയാലും എന്തായാലും മോശമായ വഴി കൂടെ തന്നെ പോകണം. അപ്പോൾ ഇതുവഴി കൂടെ തന്നെ പോണേന് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. വല്ല എക്സ്പൾസും എടുത്താൽ മതിയായിരുന്നു. അതൊക്കെയാണ് ഇങ്ങനത്തെ റോഡിന് ബെസ്റ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് എക്സ്പൾസ് എടുത്തവരുണ്ടെങ്കിൽ ഇതുവഴി ഒന്ന് നോക്കുക കേട്ടോ. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ വളരെ മോശമായ റോഡ് തന്നെ. എക്സ്പൾസിനും ഹിമാലയനും പറ്റിയ റോഡ്. ഹിമാലയൻ പറ്റിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഹിമാലയൻ ഓഫ് റോഡിങ്ങിനുള്ള വണ്ടിയല്ലേ, അപ്പോൾ അതിന് പറ്റുമായിരിക്കും. പക്ഷെ ചാസി തൊടിയോന്നേ ഉള്ളൂ, കാരണം അങ്ങനത്തെ കുഴികളുണ്ട് ഇവിടെ. കണ്ണിലെന്തോ കയറി. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ല, അതിനിടയ്ക്ക് എനിക്ക് ബോറായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. കണ്ടൻറ്റ് അത്രയ്ക്കൊന്നുമില്ല. ഇനി ഒരു അടുത്ത മാസം 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി കഴിയുമ്പോൾ എനിക്ക് ഈ വണ്ടി എടുത്ത് 1 വർഷമാവും. സോ അന്ന് നമുക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ഇടാം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വണ്ടി കൊള്ളാം, പക്ഷേ ആകെയുള്ള സർവീസ് സെൻറ്ററിൻ്റെ ഒരു മോശം അഭിപ്രായം മാത്രമേ നമുക്ക് പറയാനുള്ളൂ.
ഇപ്പം നമ്മുടെ എന്തൊരു ഹോണ്ടയുടെ ഇതിറക്കിയല്ല, എന്തൊരു ഹോണ്ട എന്തോ എന്തോ CB125. അത് അതിൻ്റെ അഭിപ്രായം ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ അതിനെക്കുറിച്ച്. അത് കുറച്ച് നല്ല വണ്ടിയാണ്. നമുക്ക് റൈഡറിനെ എക്സ്ട്രീമിനെയും കുറിച്ച് ചേർത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേറൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിറക്കാം. സോ നാളെയോ ഇന്നോ എന്തെങ്കിലും നോക്കട്ടെ. എക്സ്പൾസ് മിക്കവാറും ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് ഇവിടെ കൊണ്ടുവരും. ഒരു ദിവസം നമുക്ക് എന്തൊരു ഷോറൂമിൽ പോയി ഒരു ടെസ്റ്റ് ഡ്രൈവിന് എക്സ്പൾസ് എടുക്കാം. 2 ടൺ ആണോ എന്നറിയത്തില്ല. എന്തായാലും എക്സ്പൾസിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഈ റോഡിൽ ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ട് എക്സ്പൾസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു. 100% ഉറപ്പില്ല. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെറിയൊരു വ്ളോഗായിരുന്നു, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ റോഡ് ടാർ ചെയ്തിട്ട് നന്നായിട്ട് അറിയാനുണ്ട്. മറ്റേ സ്കൂട്ടർ ഞാൻ അച്ഛൻ്റെ ഇരിക്കുന്ന സ്കൂട്ടർ ഞാൻ എടുത്ത് നോക്കിയേ, പറ്റുന്നില്ല. ഹോണ്ട ആക്റ്റീവയുടെ ഞാൻ ഇതിനകത്ത് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ആ വണ്ടി എടുത്ത് നോക്കി, അത് പറ്റുന്നില്ല കേട്ടോ. അത് ഈ കുഴി മൊത്തം അറിയാനുണ്ട്. ഈ റോഡിൽ വൃത്തിയായിട്ടോ പാച്ചുകൾ അത്രയും പാച്ചല്ല, ഇങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് ടാറിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ വണ്ടി അതിൻ്റെ ചെറുതായിട്ട് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. മറ്റേ വണ്ടി ഞാൻ നേരത്തെ ഓടിച്ചുകൊണ്ട് നടന്ന സ്കൂട്ടറിൽ വല്ലതും ആയിരുന്നെങ്കിൽ എൻ്റെ നട്ടൽ ഉറപ്പായിട്ടും പോയാണ്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എനിക്ക് ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ സസ്പെൻഷൻ കൊള്ളാവുന്നതുകൊണ്ട് മാത്രം. പിന്നെ CB-യിൽ 125-ൽ കുറച്ച് ഹാർഡായിട്ടുള്ള സസ്പെൻഷൻ എന്നാണ് പറയണത്. എനിക്കാണെങ്കിൽ ഒരു ദിവസം ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കട്ടെ. ഒരു ദിവസം നമുക്ക് ഹോണ്ടയുടെ ഷോറൂമിൽ പോയി ചോദിച്ചു നോക്കണം. അപ്പോൾ ശരി, ബൈ.